ഹായ് ഡീസ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഇന്ന് ഡേ വിത്ത് ഫ്രണ്ട്സ് ആണ്. കാരണം ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഒന്ന് അടിച്ച് വിളിക്കാൻ പോവാണ്. ഇന്ന് എനിക്കൊരു എക്സാം ഉണ്ട് കേട്ടോ. തൃശ്ശൂർ ചെയ്യാരത്താണ് എനിക്ക് എക്സാം. അപ്പോൾ കാലത്ത് തന്നെ ഏട്ടനാണ് എന്നെ ബസ് കയറാൻ കൊണ്ടാക്കിയത്. അപ്പോൾ കാലത്ത് തന്നെ ഒരു ചായയും വടയും കഴിച്ചു. കാരണം BP കുറവായി, കാരണം എവിടെ തലകറങ്ങി വരാമെന്നറിയില്ല. അത് കഴിഞ്ഞിതാ ഞാൻ ചെയ്യാരത്ത് എത്തി. കുറച്ച് നേരം അങ്ങനെ ഞങ്ങൾ എക്സാം സെന്ററിൽ എത്തി. എക്സാം ഒക്കെ കഴിഞ്ഞു. ദൈവസഹായം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. എക്സാം പാസ്സായിട്ടോ. അപ്പോൾ ഞാനും ശരണി ശീതളും കൂടിയിട്ട് ഇനിതാ പ്രിയദർശിനി, എൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ പ്രിയദർശിനിയിൽ കയറുന്നത്. ഇങ്ങനെ ഓസിക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇറങ്ങുമ്പോൾ നല്ലൊരു സുഖമുണ്ട്. കാരണം എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്, അതന്നെ കാരണം. അപ്പോൾ ഞങ്ങൾ മന്തിക്കടയിൽ എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുകയാണ് സ്റ്റാറ്റസ് ഇടാനായിട്ട്. അപ്പോൾ ശരണ്യ വീഡിയോ എടുക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ ആ മന്തിക്കടയിൽ കയറി. എൻ്റെ ലൈഫിൽ ഞാൻ സെക്കൻഡ് ടൈമാണ് കേട്ടോ മന്തി കഴിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ എന്താ പറയുക, ഇന്ന് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആയ കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അപൂർവ നിമിഷങ്ങളിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ പോകാൻ പറ്റാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ അവരുടെ ഒപ്പം ചിലവഴിക്കാനുള്ള ദിവസമാണ്. അത് കഴിഞ്ഞ് ശരണ്യെ നോക്കുകയാണ് കേട്ടോ ഏത് മന്തി ഓർഡർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കണം, കാരണം അവർക്ക് അതിനെക്കുറിച്ചുള്ള ഐഡിയ അറിയാം. അപ്പോൾ ഞങ്ങളൊരു ഹണി ചില്ലി എന്ന് പറഞ്ഞൊരു മന്തിയാണ് വാങ്ങിയത്. അപ്പോൾ എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, എനിക്കാണ് മന്തിനെ കുറിച്ച് ഭയങ്കര കാര്യമായിട്ടൊന്നും പറയാറില്ല, എന്നാലും എനിക്കിഷ്ടമായി എന്തായാലും. അപ്പോൾ ഞാനിങ്ങനെ ബ്ലോഗ് എടുക്കുന്നത് അവിടെയുള്ള അപ്പുറത്തിരിക്കുന്ന ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ ശീലമായ കാരണം വലിയ നാണമെന്ന് തോന്നിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ എന്താ കഴിക്കുകയാണ് ഗൈസ്. എന്താ പറയുക, നമുക്ക് ഇനി കുറേ പ്ലാനുകളുണ്ട് കേട്ടോ. നമുക്ക് ടൈം ഉണ്ടായിരുന്നെങ്കിൽ മൂവിക്ക് വരെ പോകണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. കാരണം ചെന്നൈക്ക് അവളുടെ ഉണ്ണീനെ ക്ലാസ് വിടുമ്പോഴേക്കും വീട്ടിലെത്തണം. അപ്പം ഞാനും ശീതളും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ശരണ്യ ഇത് കഴിഞ്ഞ് ഒരു 2 മണി 2:30 ആകുമ്പോഴേക്കും ശരണ്യ പോകും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് കയറി കേട്ടോ. അത് കഴിഞ്ഞ് ശരണ്യ പോയി. അതിന് ശേഷം ഞാനും ശീതളും കൂടി സ്റ്റുഡിയോയിൽ കയറി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരം കൊണ്ട് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡിയോയിൽ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. തൃശ്ശൂരത്തെ സ്റ്റുഡിയോ ആണ്. ഇതേതാ കറക്റ്റ് പ്ലേസ് ഒന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അമ്പലം കാണും, നമ്മുടെ വടക്കുന്നാഥൻ, അത്രേ എനിക്കറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയിൽ കുറച്ച് നേരം കറങ്ങി അവിടെയൊക്കെ നോക്കി. അവളുടെ ഏട്ടനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്തു കേട്ടോ, കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എന്താ ഇറങ്ങി. ഞങ്ങൾക്ക് ദാഹിച്ചിട്ട് വയ്യ ഗൈസ്. അപ്പം ഞങ്ങളൊരു ജ്യൂസ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ജ്യൂസും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ വടക്കനാഥൻ്റെ മണ്ണിലേക്കാണ് കേട്ടോ. അപ്പോൾ വടക്കനാഥൻ്റെ അവിടെ ആ ഒരു മൈതാനത്ത് പോയിരിക്കണത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ നിറയെ പ്രാവുകൾക്ക് ആൾക്കാർ ഇങ്ങനെ തീറ്റ കൊടുക്കണോ ഫോട്ടോസ് എടുക്കണോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും ഒരാഗ്രഹം അങ്ങനെ ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം ഒക്കെ. അപ്പോൾ കുറേ ചേച്ചിമാരവിടെ ഫോട്ടോസൊക്കെ എടുത്തു തുടർന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടെ കുറച്ച് നേരം പ്രാവിനൊക്കെ തീറ്റ മീൻസ് എന്ന് പറയുന്നത് കപ്പലണ്ടിയാണ് കേട്ടോ. കപ്പലണ്ടിക്കാരന് നല്ല കച്ചവടമാണ്. അപ്പം ഞങ്ങൾ ഓരോ പൊതി കപ്പലിൻ്റെ വാങ്ങി പ്രാവുകൾക്ക്